ദേ ഈ കാണുന്ന ഒരു മിറർ പീസിനെ നമുക്ക് കുറച്ച് ക്യൂട്ടാക്കി മാറ്റാം. ഇന്നലെ ഞാൻ ഇട്ട സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മിറർ ക്രാഫ്റ്റിനാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ക്രാഫ്റ്റിനുണ്ട്. അപ്പോൾ ആദ്യം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നൈറ്റൊക്കെ ആയിട്ട് ഞാൻ അത് ചെയ്യാം. ഏതൊരു സംഭവത്തിന്റെ പിന്നിലും ഒരു വളരെ ഹിസ്റ്ററി ഉണ്ടെന്നല്ലേ. അതുപോലെ തന്നെ ഈ ഒരു മിറർ പീസ് എന്റെ കൈ കിട്ടാനും വളരെ വലിയൊരു ഹിസ്റ്ററി. അതായത് രമണ, ഒരു ദിവസം ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിൽ പോയതാണ്. കിടക്കാൻ നേരത്താണ് എന്റെ തൊട്ട് മുന്നിൽ എന്തോ ഒരു വലിയ സൗണ്ടോട് കൂടി ഒരു സാധനം വീണ്. ഞാൻ വിചാരിച്ചു എന്റെ സൈഡിലുള്ള വാളൊക്കെ പാടെ പൊട്ടി ചാടിയോ വിചാരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജസ്റ്റ് മിസ്സിന്റെ തൊട്ട് പിന്നിലായിട്ട് എന്റെ ഷെൽഫിന്റെ ഗ്ലാസ് മൊത്തത്തിൽ അങ്ങോട്ട് തകിട് പൊടിയായി കിടക്കും. എന്താപ്പം ഉണ്ടായേ, ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് അതങ്ങോട്ട് വീണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചേരം അന്തം വിട്ടുന്ന്. വീണു അടഞ്ഞ സാധനം നമുക്ക് ഇനി ഒരിക്കലും അതുപോലെ ആക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ ഞാൻ അടുത്ത സെർച്ചിങ് തുടങ്ങി. എന്തിന് ഇതേ ഇതുപോലെ വല്ലതും ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കഷ്ണയിലുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ അത് കൊണ്ടിടാ നല്ലൊരു പീസ്. പിന്നെ ഒന്നും നോക്കില്ല, ഷെൽഫ് മൊത്തം ഗ്ലാസ് പോയാൽ എന്താ, നമുക്കൊന്നും എനിക്ക് പണിയാൻ ഒരു ഐറ്റം കിട്ടില്ലേ. അപ്പോൾ പറഞ്ഞ് സാധനം എന്തായാലും ഉണ്ടാക്കൽ കഴിയാനായി. സംഭവം മനസ്സിലായിണ്ടാവില്ല അല്ലേ. ഇതുമാതിരി ഒരു കാർഡ്ബോർഡ് പീസിൽ ആ ഗ്ലാസ് ഒട്ടിച്ചെടുത്തതിന്റെ ശേഷം 4 പേർ ഫുൾ ആയിട്ട് കുറച്ച് കല്യാണം ഒട്ടിച്ചു കൊടുക്കുക. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല. മുറ്റത്ത് കൂടെ ആദ്യം നോക്കി 2 ഗ്ലൂ സ്റ്റിക്ക് വാങ്ങി വന്നതാണ്. ആ രണ്ടും ഇതിന്മേനാലോട് കഴിഞ്ഞ് എന്തായാലും നമുക്ക് നമ്മൾ ഐറ്റം അടിപൊളിയാക്കിയ പോലെ. എൻ്റെ ഉമ്മ പിന്നെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഒഴിവാക്കുന്ന ഡ്രസ്സ് എന്നൊക്കെ ഇതുമായിട്ട് മുത്ത് പറിച്ചലാണ് എൻ്റെ മെയിൻ പണി. അങ്ങനെ എടുത്ത് കുറച്ച് മുത്തൊക്കെ എടുത്ത് ഒരു മാല പോലെ അങ്ങോട്ട് കോർത്തുണ്ടാക്കുക. പിന്നെ അത് ആദ്യം നീല പോയാണ് വെച്ചത്. അപ്പോൾ വലിയ ലുക്കൊന്നും തോന്നിയില്ല. പിന്നെ ഞാനത് മാറ്റി ഒരു വൈറ്റ് ബോ ആക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുണ്ട് സംഭവം. ഇഷ്ടപ്പെട്ടു. പിന്നെ മിറർ കണ്ട കുറച്ച് ഷോ കാണിക്കണമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് കാട്ടിക്കൂട്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അല്ലെങ്കിലും എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം.